ഇന്ന് നമ്മൾ കടച്ചക്ക തോരനാണ് കേട്ടോ വെക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചീമച്ചക്ക എന്നൊക്കെ പറയാറുണ്ട്. ഞാനിവിടെ ഒരു കടച്ചക്ക ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മളിത് അരിഞ്ഞിടുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് ആ വെള്ളത്തിലോട്ട് വേണം അരിഞ്ഞിടാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കടച്ചക്കയുടെ കളറ് മാറിപ്പോകത്തില്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറ് കയറി വരും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഇതിനി നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കടച്ചക്ക തോരന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 1 കപ്പ് തേങ്ങ വേണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് വിപ്പ് ചെയ്ത് മാത്രം എടുത്താൽ മതി കേട്ടോ. ഈ ഒരു തരിയോട് കൂടി ഇരിക്കണം കേട്ടോ. തേങ്ങ നമ്മൾ ഒതുക്കിയെടുക്കണം. നമ്മുടെ കടച്ചക്ക ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തേങ്ങ ഒതുക്കിയ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിക്കൊള്ളുക. ഉപ്പ് പാകമല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ആവി കയറി വരട്ടെ. നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിരുന്നു കേട്ടോ. കടച്ചക്കയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടുമില്ല, നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവേ. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 5 വെളുത്തുള്ളി ചതച്ചതും 3 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 3-4 ചെറിയുള്ളി കൂടി അരിഞ്ഞതാണ്. ഇത്രയും ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ കളർ മാറാൻ തുടങ്ങിയപ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കടച്ചക്ക തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ കടച്ചക്ക തോരനാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്